الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മരണം വരെ മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായി വസിയ്യത്ത് നൽകുകയാണ്. വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായമായ സൂറത്തുൽ കഹ്ഫ്, ഗുഹയിൽ താമസിക്കേണ്ടി വന്ന തങ്ങളുടെ വിശ്വാസം മറച്ചുവെക്കുന്നതിനു വേണ്ടി ഒളിച്ചു താമസിക്കേണ്ടി വന്ന ചില ആളുകളുടെ കഥയാണ് വിവരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രം ആരംഭിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് അവരുടെ ചരിത്രം നാം വിവരിച്ചു നൽകാം. ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം. അവർ ഒരു കൂട്ടം യുവാക്കളായിരുന്നു. തങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചതിൻ്റെ പേരിലായിരുന്നു അവർ ആക്രമിക്കപ്പെട്ടത്, അവർക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിശേഷിപ്പിച്ചപ്പോൾ ഇന്നഹും ഫിത്യത്തുൻ, അവർ കുറച്ച് യുവാക്കളായിരുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകേണ്ടവരാണ് യുവസമൂഹം. അതുകൊണ്ട് തന്നെ ഇസ്ലാം യുവത്വ കാലഘട്ടത്തെ വളരെയധികം ശ്രദ്ധിക്കുകയും യുവാക്കൾ അവരുടെ ജീവിതത്തിൽ പാലിച്ചിരിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു മനുഷ്യനെ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾ നിനക്ക് വന്നെത്തുന്നതിന് മുൻപ് നീ 5 അവസരങ്ങൾ മുതലെടുക്കാൻ ശ്രദ്ധിക്കണം. അതിലൊന്നാമത്തെ കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഗ്തനിം ശബാബക ഖബ്ല ഹറമിക്. നിനക്ക് വാർദ്ധക്യം വന്നെത്തുന്നതിന് മുൻപ് നിന്റെ യുവത്വം നീ മുതലെടുക്കണം, അത് നീ പ്രയോജനപ്പെടുത്തണം, ആ സന്ദർഭം നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. യുവത്വ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ സമയം കൊണ്ട് കഴിഞ്ഞു പോകുന്ന ഘട്ടമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, തൻ്റെ കീശയിൽ നിന്ന് വീണുപോയ ഒരു ഘട്ടം പോലെയാണ് എനിക്ക് എൻ്റെ യുവത്വം അനുഭവപ്പെടുന്നത്. ആ കാലഘട്ടം വളരെ പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. പ്രവർത്തിക്കാനുള്ള ഊർജ്ജസ്വലത നഷ്ടപ്പെടുന്ന ഒരു സമയം വരാനുണ്ട്. മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്താത്ത ഒരു അവസ്ഥ വരാനുണ്ട്. പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് സാധിക്കാതെ വരുന്ന ഒരു ഘട്ടം വരാനുണ്ട്. അതിനു മുൻപ് യുവത്വ കാലഘട്ടം ഉപയോഗപ്പെടുത്തുക എന്നത് ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി കൽപ്പിച്ച കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞില്ലേ, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ضعഫിൻ ثم جعل من بعد ضعف قوة. അല്ലാഹു ആകുന്നു ദുർബലമായ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്. ഒരു ബീജഗണമായിരുന്നു നിങ്ങൾ, പിന്നെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിങ്ങൾ രൂപപ്പെടുകയുണ്ടായി. പുറത്തേക്ക് വന്നു, കരയാനല്ലാതെ മറ്റൊന്നും അറിയില്ലായിരുന്നു, ആരോഗ്യമില്ലായിരുന്നു, എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല.
ആവശ്യങ്ങൾ പറഞ്ഞ് നേടാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് കഴിഞ്ഞുപോയിട്ടുണ്ട്. പിന്നെ പതുക്കെ പതുക്കെ നിങ്ങൾ പിച്ചവച്ചു നടക്കാൻ തുടങ്ങി, നിങ്ങളുടെ കൗമാരം പിന്നിട്ടു. അള്ളാഹു പറയുന്നു ثم جعل من بعد ضعف قوة. പിന്നീട് ആ കാലഘട്ടത്തിന് ശേഷം അള്ളാഹു നിങ്ങൾക്ക് ശക്തി നൽകി. അത് യൗവനത്തിൻ്റെ കാലഘട്ടമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ യുവത്വം എല്ലാ കാലവും നിലനിൽക്കുകയില്ല. ഉടനടി അള്ളാഹു പറയുകയാണ് ثم جعل من بعد قوة ضعفا. നിങ്ങളുടെ ഈ ശക്തിയുടെ കാലഘട്ടം കഴിഞ്ഞാൽ ഇനിയൊരു ദൗർബല്യത്തിൻ്റെ, അശക്തിയുടെ, അനാരോഗ്യത്തിൻ്റെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഇനിയും വരാനുണ്ട്. ചില ആളുകൾ ഒന്നും സംസാരിക്കാൻ പോലും കഴിയാത്ത വാർദ്ധക്യത്തിലേക്ക് നീട്ടപ്പെടാറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കിട്ടുന്ന ഇടവേളയിലെ ഈ ചെറിയ സമയം ഉപയോഗപ്പെടുത്തുക എന്നത് വളരെ ആവശ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബിമാരിലെ യുവാക്കൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ പോലെ, അലി ഇബ്നു അബി താലിബിനെ പോലെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിലെ യുവാക്കളെ അവിടുന്ന് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അവിടുന്ന് അവരെ കാണുമ്പോൾ അവരെ അഭിസംബോധന ചെയ്യും, യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവാക്കളുടെ സമൂഹമേ, ഇതാ നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. ഇസ്ലാമിൽ യുവത്വത്തിനുള്ള പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്നാൽ സഹോദരങ്ങളെ, ഈ കാലഘട്ടം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളായ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, അനേകം ഫിത്നകൾ, അനേകം കുഴപ്പങ്ങൾ അവരുടെ ചുറ്റുഭാഗങ്ങളിൽ വ്യാപകമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നത് ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ വളരെ പ്രയാസമുള്ളതായിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു കാലഘട്ടം വരുന്നതാണ്, ആ ദിവസങ്ങളിൽ അസ്സാബിറു അലാ ദീനിഹി കൽഖാബിദ് അലാ ജംറത്തിൻ മിൻ നാർ, തൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ക്ഷമിച്ച് നിലകൊള്ളുന്നവൻ കയ്യിൽ ഒരു കനൽക്കട്ട പിടിച്ചവനെ പോലെ ആകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാനുണ്ട്. ഇക്കാലഘട്ടത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഹലാലുകൾ ശ്രദ്ധിക്കുന്ന, ഹറാമുകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് എന്തുകൊണ്ടും കൃത്യമാണ്. ഇന്ന് നോക്കൂ, നിങ്ങൾ ചുറ്റുപാടിലേക്കും നോക്കിക്കഴിഞ്ഞാൽ യുവാക്കളെ തിന്മകളിലേക്ക്, ഹറാമുകളിലേക്ക്, വൃത്തികേടുകളിലേക്ക് നയിക്കാനുള്ള മാർഗങ്ങൾ അനേകമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുസ്ലിം യുവാക്കളെ വരെ വല്ലാതെ പിടികൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലഹരി അത് വിശാലമായി ഒഴുക്കപ്പെടുകയാണ്. ഏത് സദസ്സുകളിലേക്കും ലഹരി കൊണ്ടുവരികയാണ്. മദ്യപിക്കുക എന്നത് ഒരു അഭിമാന കാര്യമായി, ഒരു അഭിമാനിക്കാനുള്ള വിഷയമായ ആളുകൾ കൊണ്ടു നടക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുന്നു. ഇതാ ഈ കഴിഞ്ഞ പുതുവർഷത്തിൻ്റെ പേരിൽ എത്രയെത്ര ലിറ്റർ മദ്യമാണ് ആളുകൾ കുടിച്ചു തീർക്കുന്നത്. അതിൽ എത്രയെത്ര യുവാക്കളാണ് അകപ്പെട്ടു പോകുന്നത്. ഓരോരുത്തരെയും ഇതൊന്ന് രുചിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് കൂട്ടുകാർ ഈ വഴിയിലേക്ക് വലിച്ചിടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുദ്മിനുൽ ഖംർ കആബിദിൽ വസൻ, നിത്യമായി മദ്യപിക്കുന്ന മദ്യപാനികൾ അവർ അല്ലാഹുവിൻ്റെ അടുക്കൽ വന്നെത്തുക കആബിദി വസൻ, വിഗ്രഹത്തെ ആരാധിച്ചവനെ പോലെയാണ്. അത്രമാത്രം ഗുരുതരമായ തിന്മയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്നഹ, മൂന്ന് വിഭാഗം ആളുകൾ അല്ലാഹു അവർക്ക് സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതിൽ ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുദ്മിനു ഖംർ, മദ്യപിക്കുന്നവനാണ്. മദ്യം സ്ഥിരമാക്കിയവൻ, മുദ്മിനു ഖംർ, മദ്യത്തിന് അടിമപ്പെട്ടവൻ, അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും ആളുകളെ അവിടുന്ന് പറഞ്ഞു, വൽ ആഖു വദ്ദയ്യൂസ്, രണ്ടാമത്തെയാൾ മാതാപിതാക്കളെ ധിക്കരിക്കുന്ന, ഉപദ്രവിക്കുന്നവനാണ്. മൂന്നാമത്തെയാൾ തൻ്റെ കുടുംബത്തിലുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്തവനാണ്. അവർ ഹറാമുകളിലേക്ക് ചെന്നെത്തുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലാത്തവനാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂന്ന് തിന്മകളും എടുത്തു പറഞ്ഞപ്പോൾ അതിൽ ആദ്യം പറഞ്ഞത് മദ്യപാനമാണ്. കാരണം മദ്യപാനം എന്ന തിന്മ മറ്റുള്ളതിലേക്ക് നയിക്കുന്നതാണ്. ഒരു മദ്യപാനിയായ മനുഷ്യൻ, അവൻ്റെ മുന്നിൽ ചിലപ്പോൾ മാതാവില്ല, പിതാവില്ല. മദ്യപിക്കാനുള്ള പണം ലഭിക്കാത്തതിൻ്റെ പേരിൽ എത്രയെത്ര മാതാക്കൾ ഇവിടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, എത്രയെത്ര മാതാപിതാക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആലോചിക്കണം. പരിഷ്കൃതമായ ഒരു നാട്, സംസ്കാര സമ്പന്നമായ ഒരു നാട്,
എന്ന് അഭിമാനിക്കുന്ന സ്വയം പറയുന്ന ആളുകൾ അവരുടെ നാടുകളിൽ എത്രയെത്ര മാതാക്കൾ മദ്യം ലഭിക്കാത്തതിൻ്റെ പേരിൽ, അതിനുള്ള പണം നൽകാത്തതിൻ്റെ പേരിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത സമ്പത്ത് കയ്യിലേൽപ്പിക്കാത്തതിൻ്റെ പേരിൽ എത്രയെത്ര മക്കൾ, എത്രയെത്ര ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരെ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന, ആക്രമിക്കുന്ന സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ മദ്യപാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിലുള്ള സ്ത്രീകൾ അവർ സുരക്ഷിതരല്ല. അവർ എല്ലാ നിലക്കും ഉപദ്രവിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അവിടെ വൃത്തികേടുകൾ നടമാടാനുള്ള സാഹചര്യങ്ങൾ അങ്ങേയറ്റമുണ്ട്. എങ്ങനെയാണ് ഒരു മദ്യപാനിയോടൊപ്പം ഒരു സ്ത്രീക്ക് കഴിച്ചുകൂട്ടാൻ കഴിയുക? സഹോദരങ്ങളെ, ഗുരുതരമായ ഒരു പാപമാണ് ഇസ്ലാമിൽ മദ്യപിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് എത്ര കൃത്യമാണ്. അവിടുന്ന് പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. മദ്യപാനം എന്നത്, മദ്യം എന്നത് എല്ലാ വൃത്തികേടുകളുടെയും മാതാവാണ്. അതിൽ നിന്നാണ് എല്ലാ വൃത്തികേടുകളും ആരംഭിക്കുന്നത്. ഇന്ന് നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് രക്ഷിതാക്കളെ നമ്മൾ തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ മദ്യമെന്നത് അതിനേക്ക് അപ്പുറത്തേക്കാണ് നമ്മുടെ കുട്ടികൾ അകപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ യുവാക്കളോട്, കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളോട് സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക. അവർ നിങ്ങൾക്ക് പറഞ്ഞു നൽകും കോളേജുകളിലുള്ള അവസ്ഥ എത്ര ഭീകരമാണ് എന്ന്. മദ്യം കഴിഞ്ഞ് ഇപ്പോൾ മയക്കുമരുന്നിലേക്ക്, ഒരു മനുഷ്യനും കണ്ടാൽ മനസ്സിലാകാത്ത രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്ക് കുട്ടികൾ അടിമപ്പെടുകയാണ്. അവൻ വീട്ടിലെ ആളുകൾക്കിടയിലിരിക്കുന്നു, ചിലതൊക്കെ സംസാരിക്കുന്നുണ്ട്, മുറുമുറുക്കുന്നുണ്ട്. പക്ഷെ അവൻ ലഹരിക്ക് അടിമയാണ് എന്ന് അവൻ്റെ അടുത്തിരിക്കുന്ന ഉമ്മക്കും അവൻ്റെ ഉപ്പക്കും വരെ മനസ്സിലാകുന്നില്ല. ഇതെല്ലാം തുടങ്ങുന്നത് മദ്യപാനത്തിൽ നിന്നാണ്. എന്നിട്ട് കുട്ടികൾ എത്തിപ്പെടുന്ന ഗുരുതരമായ അവസ്ഥകൾ എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? മദ്യപാനത്തിനുള്ള, ലഹരിക്കുള്ള പണം കണ്ടെത്തുന്നതിനു വേണ്ടി സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളുടെ ചിത്രങ്ങൾ വരെ പകർത്തുന്നവർ, വൃത്തികേടുകൾ, പറയാൻ കഴിയാത്ത മോശത്തരങ്ങൾ ചെയ്യുന്നവർ, ആ അവസ്ഥയിലേക്ക് നമ്മുടെ യുവത എത്തുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളായ രക്ഷിതാക്കളെ, നമുക്ക് ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. കുട്ടികളെ രാവിലെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു, വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരുന്നു. അതിനിടയിൽ എന്ത് സംഭവിക്കുന്നു? കോളേജുകളിലേക്ക് കുട്ടികൾക്ക് അഡ്മിഷന് വേണ്ടി അയക്കുന്നു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താണ് ചെയ്യുന്നത് എന്ന ഒരു ചോദ്യവുമില്ലാത്ത, ഒരു അന്വേഷണവുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത രക്ഷിതാക്കളായി നമ്മൾ മാറുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റിയിട്ടില്ല. എത്രയെത്ര മക്കൾ ആത്മഹത്യകളിൽ അഭയം തേടുന്നു. അവസാനം ഈ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങൾ ലഭിക്കാത്തതിൻ്റെ പേരിൽ എത്രയെത്ര കുട്ടികൾ തീർത്തും കേൾക്കാൻ മടിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിട്ടില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ യുവാക്കൾ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവരെ അള്ളാഹുവിനെ അനുസരിക്കാൻ കഴിയുന്ന ഒരു സമൂഹമാക്കി മാറ്റാൻ നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ അവർക്ക് പിൻബലമേകണം. അവൻ എങ്ങനെയോ നടക്കുന്നുണ്ട്, അവൻ്റെ കാര്യം ഞാൻ നോക്കാറില്ല, അങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ യുവാക്കൾ അവരെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലേക്ക് എത്തിക്കാൻ കൂട്ടായ പരിശ്രമങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അല്ലയോ മുഅ്മിനീങ്ങളെ, ഇന്നമൽ ഖംർ, ഇതാ മദ്യമെന്ന് പറയുന്നത്, വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, ചൂതാട്ടമെന്ന് പറയുന്നത്, അതുപോലുള്ള ജാഹലിയത്തിലെ കാര്യങ്ങൾ, റിജ്സും മിൻ അമലി ശൈത്താൻ, അത് വൃത്തികേടാണ്, അത് പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ അത് ഉപേക്ഷിക്കുക. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഇതാ നിങ്ങളോട് ആരെങ്കിലും ഒരാൾ, നീയോ ഈ ഒരു സിപ്പ് എടുത്തു നോക്കിയാൽ മതി, നീ ഒരു തുള്ളി ഒന്ന് രുചിച്ചു നോക്കിയാൽ മതി, ഇത് എൻ്റെ വകയാണ്, ഇത് ഞാൻ നിനക്ക് ഫ്രീ ആയി നൽകുന്നതാണ് എന്ന് പറഞ്ഞ് നിന്റെ അടുക്കലേക്ക് അത് കൈനീട്ടി തരുമ്പോൾ, ഒരു സിഗരറ്റിൻ്റെ ഒരു ഭാഗം നിനക്ക് കൈനീട്ടി തരുമ്പോൾ മനസ്സിലാക്കുക, നീ മരിക്കുന്നത് വരെയുള്ള നിന്റെ ജീവിതം അത് നശിപ്പിക്കാനുള്ള കാൽവെപ്പാണ് നീ ഇനി നടത്താൻ പോകുന്നത്. ഇതാ ഇപ്പോൾ ഒന്ന് രുചിച്ചു നോക്കട്ടെ, ഇവർക്കിടയിൽ മോശക്കാരനായി പോകുമല്ലോ എന്ന ചിന്ത കാരണത്താൽ നീ അതിലേക്ക് കാലെടുത്തു വച്ചാൽ നിന്റെ ജീവിതം ആ നിമിഷം മുതൽ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവാക്കളെ, ഇത്തരം ലഹരികളിലേക്ക്, ഇത്തരം അടിമത്തങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും കാലെടുത്തു വെക്കാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിമീങ്ങളാണ്, അള്ളാഹുവിൻ്റെ ദീൻ പാലിക്കുന്നവരാണ്. ആ ബോധ്യം എല്ലാ സന്ദർഭങ്ങളിലും നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ യുവാക്കളെ ഈ കാലഘട്ടത്തിൽ പിടികൂടിക്കൊണ്ടിരിക്കുന്ന
അവർക്കിടയിൽ ഒരു തിന്മയാണ് എന്നുപോലും ആളുകൾ പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് വ്യഭിചാരം എന്നത്. വ്യഭിചാരം ഒരു തിന്മയാണ് എന്ന് പറയുന്നവർ വരെ ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു പോയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണ്. നിങ്ങൾക്കൊരു കാലഘട്ടം വരും, അന്ന് നിങ്ങളിലെ പുരുഷന്മാരും സ്ത്രീകളും വടിവക്കുകളിൽ അവർ പായ വിരിച്ച് അവിടെ വ്യഭിചരിക്കും. ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിതൊന്ന് രഹസ്യമായി പോയി ചെയ്തുകൂടെ എന്ന് പറയുന്നവനായിരിക്കും. അതിനു മാത്രം പരസ്യമായി വ്യഭിചാരം വ്യാപകമായിരിക്കുന്നു. ഒരാളും അതിനെക്കുറിച്ച് മോശം പറയാനില്ല. എന്തിനധികം മുസ്ലിമീങ്ങളുടെ കാഴ്ച തന്നെ നിങ്ങൾ നോക്കൂ. 18 വയസ്സായ ഒരു പുരുഷൻ അവൻ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബത്തിൽ നിന്ന് അവന് നേരിടേണ്ടി വരുന്ന പരിഹാസങ്ങൾ, അവന് നേരിടേണ്ടി വരുന്ന കളിയാക്കലുകൾക്ക് അതിർത്തി ഉണ്ടാവുകയില്ല. അവനെ ആളുകളെല്ലാം ചുറ്റും കൂടി നിന്ന് പരിഹസിക്കും. എന്നാൽ 18 വയസ്സാകുന്നതിന് മുൻപ് 10 വയസ്സുള്ള ഒരു കുട്ടി സ്കൂളിൽ എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവളുമായി സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രക്ഷിതാക്കളിൽ പലരും ചിരിച്ചു തള്ളും. അതൊരു തമാശയായി കാണും, അത് അവനൊരു കുഴപ്പമായി കാണുന്നില്ല. ഒന്ന് ഹറാമാണ്, മറ്റൊന്ന് അള്ളാഹു അനുവദിച്ചതാണ്. ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ശിക്ഷ നൽകുന്ന കാര്യമാണ്. രണ്ടാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹനം നൽകിയ നബിമാരുടെ സുന്നത്താണ് എന്ന് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും അറിയിച്ച കാര്യമാണ്. എന്നാൽ ഇന്ന് ഇതാ കാര്യങ്ങൾ ആകെ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. 18 വയസ്സിൽ അല്ല, അതിനു മുൻപ് പോലും കുട്ടികൾക്ക് ഉഭയകക്ഷി സമ്മതപ്രകാരം പരസ്പരം ബന്ധത്തിലേർപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ആളുകൾ പറയുകയാണ്, അതിനുവേണ്ടി വാദിക്കുകയാണ് മുസ്ലിം പേരുള്ള ആളുകൾ. എന്നാൽ 18 വയസ്സിൽ കല്യാണം കഴിച്ചാൽ ഇതാ ലോകം ഇടിഞ്ഞു വീഴാൻ മാത്രം എന്തോ പ്രശ്നമുണ്ടായിരിക്കുന്നു. ഒരു സ്ത്രീ അവളുടെ ശരീരം ഉപയോഗപ്പെടുത്തിയതിന് ശേഷം തനിക്ക് തോന്നുമ്പോൾ അവളെ വലിച്ചെറിയാമെന്ന രൂപത്തിൽ ലിവിങ് ടുഗദർ സംസ്കാരങ്ങൾ വലിച്ചു നീട്ടുന്നതാണോ പുരോഗമനം എന്ന് പറയുന്നത്? അതല്ല. ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ടാൽ ഉത്തരവാദിത്തങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, അവളെ നോക്കേണ്ടതുണ്ട്. അവൾ ഗർഭിണിയായ അവളുടെ മക്കളെ നോക്കുക എന്നത് ബാധ്യതയാണ്. അവൾക്ക് ചിലവിന് കൊടുക്കണം, അവളെ നോക്കേണ്ടതുണ്ട്, അവളെ ആദരിക്കേണ്ടതുണ്ട്. ഈ പറയുന്നതാണോ നിങ്ങൾക്ക് പിന്തിരിപ്പനായി തോന്നുന്നത്? എത്ര അത്ഭുതകരമാണ് കാര്യമെന്ന് നോക്കൂ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലിഅൻ യുത്അന ഫീ റഅസി അഹദികും ബിമിഖ്യത്തിൻ മിൻ ഹദീദ് ഖൈറുൻ ലഹു മിൻ അൻ യമസ്സ ഇംറഅതൻ ലാ തഹില്ലു ലഹ്. തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യന് നല്ലത് അവൻ്റെ തലയോട്ടിക്കു മുകളിലൂടെ സൂചി കൊണ്ട് കുത്തിയിറക്കുന്നതാണ്. അവൻ്റെ തലയോട്ടിക്കു മുകളിൽ ഒരു സൂചി കുത്തിയിറക്കുന്നതാണ്. അനുവദനീയമല്ലാത്ത ഹലാലല്ലാത്ത ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ അവന് നല്ലത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണിത്. ഇന്ന് പുരോഗമനത്തിൻ്റെ വർത്തമാനം പറയുന്ന ആളുകൾക്ക് ഇത് പറ്റില്ല. അവരിൽ ചിലർ പറയും, നിങ്ങൾക്ക് പെണ്ണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം മാത്രമേ ഓർമ്മ വരികയുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ലാ വല്ലാഹ്, അള്ളാഹു തന്നെ സത്യം, മാ മസ്സത് യദു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ ഇംറഅത്തിൻ ഖത്തു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ ഒരിക്കൽ പോലും ഒരു സ്ത്രീയുടെ കൈകളിൽ സ്പർശിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് നൽകാറുണ്ട്. പുരുഷന്മാർക്ക് അവിടുന്ന് കൈകളിൽ കൈവച്ചുകൊണ്ട് ബൈഅത്ത് നൽകും. എന്നാൽ സ്ത്രീകൾക്ക് അവിടുന്ന് കൈകൾ നൽകാറുണ്ടായിരുന്നില്ല. ഗൈറ അന്നഹു ബായഅഹുന്ന ബിൽ കലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ബൈഅത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കും, അവർക്ക് കൈ കൊടുക്കാറുണ്ടായിരുന്നില്ല. ഇന്ന് സ്ത്രീകൾക്ക് കൈ കൊടുക്കരുത്, ഹറാമായ സ്ത്രീകൾക്ക് കൈ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതാ ദുനിയാവ് അവസാനിക്കുന്ന കാര്യമായി മാറിയ ആളുകൾക്കത്. അന്യ സ്ത്രീയെ സ്പർശിക്കാൻ പാടില്ല, അവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകാൻ പാടില്ല. അത് ഇസ്ലാമിൽ വിലക്കപ്പെട്ട കാര്യമാണ്, ഇസ്ലാമിൽ ഹറാമായ കാര്യമാണ്. അത് പാടില്ലാത്ത കാര്യമാണ്, വിലക്കപ്പെട്ട കാര്യമാണ്, സംശയമില്ല. എന്നാൽ ഇന്ന് ആളുകളിൽ ചിലർ പറയും, അതൊക്കെ ഈ പുരോഗമനത്തിൽ നിങ്ങളുടെ മനസ്സ് അത്ര വൃത്തികേടായതുകൊണ്ടാണ്. ഏറ്റവും മനസ്സ് ശുദ്ധമായിരുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു സ്ത്രീയുടെ കയ്യിൽ സ്പർശിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, സഹോദരങ്ങളെ, ഈ പറയുന്ന പുരോഗമനവാദങ്ങളുടെ നാട്യങ്ങൾക്കപ്പുറം, ഈ കപടതകൾക്കപ്പുറം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഒരുത്തൻ വിവാഹം ഒരു കാരണവുമില്ലാതെ നീട്ടിക്കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളുക, ഒന്നല്ലെങ്കിൽ അവൻ ഷണ്ടനാണ്, അവന് സ്ത്രീകളെ ആവശ്യമില്ലാതെയായിരിക്കുന്നു. അതല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വൃത്തികേടുകൾ ചെയ്യാൻ മനസ്സിൽ വിചാരിക്കുന്നവനാണ്. ഈ രണ്ടാലൊരു ഉദ്ദേശമല്ലാതെ അവനില്ല.
എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. ചരിത്രത്തിൽ പൗരുഷവും ഈമാനും ഇസ്ലാമും ബുദ്ധിയും വിവേകവും തീരുമാനങ്ങളിലെ കണിശതയും കാണിച്ച ബുദ്ധിയുള്ള വിവരമുള്ള വിവേകമുള്ള എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലെ മാധ്യമങ്ങൾ അവർ ചിത്രീകരിക്കുന്ന പുരോഗമനത്തിൻ്റെ നാട്യങ്ങൾ അത് നമ്മെ ബാധിക്കാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു നോക്കൂ, നിങ്ങൾ വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. അങ്ങനെയാണ് അല്ലാഹു പറഞ്ഞത്. വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, അത് മ്ലേച്ഛമായ പ്രവർത്തനമാണ്, അത് മോശമായ വടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ വാക്കാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാർഗത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന അനേകം കാര്യങ്ങളുണ്ട്. കണ്ണുകൾ താഴ്ത്താൻ അവിടുന്ന് പഠിപ്പിച്ചു, വിവാഹം നേരത്തെയാക്കാൻ പഠിപ്പിച്ചു, നല്ല വടികൾ സ്വീകരിക്കാൻ പഠിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന പുരുഷൻ അവൻ്റെ ജീവിതത്തിൽ അന്യായമായ ഹറാമായ അനേകം ബന്ധങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. സ്ത്രീകൾ അവരുടെ ജീവിതത്തിലും അതുപോലെ തന്നെ കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്നിട്ട് രണ്ടുപേരും പരസ്പരം സംശയിക്കുകയാണ്. 1-2 വർഷങ്ങൾ കഴിയുന്നതിനപ്പുറം അവരുടെ ജീവിതം തുടർന്നു കൊണ്ടുപോകാൻ പലർക്കും സാധിക്കുന്നില്ല. സഹോദര, നിന്റെ ഭാര്യ അതല്ലെങ്കിൽ നിന്റെ മാതാവ് അതല്ലെങ്കിൽ നിന്റെ സഹോദരി ഈ അവസ്ഥയിലായിരിക്കാൻ നീ ആഗ്രഹിക്കുമോ? നീ ഒരു സ്ത്രീയോട് മോശത്തരം കാണിക്കുമ്പോൾ, അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഒരു സഹാബി വരികയാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, എനിക്ക് എല്ലാം അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് വ്യഭിചാരം അത് ഉപേക്ഷിക്കാൻ വയ്യ. വ്യഭിചാരം മാത്രം എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തർദാലി ഉമ്മിക്, നിന്റെ ഉമ്മയുടെ കാര്യത്തിൽ നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ? നിനക്ക് അത് തൃപ്തികരമായിരിക്കും ഒരാളുടെ നിന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നത്? അയാൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, എനിക്കൊരിക്കലും അത് താങ്ങാൻ കഴിയില്ല. നിന്റെ സഹോദരിയെ ഒരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ? നിന്റെ പെങ്ങളെ ഒരാൾ മോശമായി സമീപിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ? അല്ലാഹുവിൻ്റെ റസൂലെ, എനിക്ക് അത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുകയില്ല. നിന്റെ ഭാര്യയെ ഒരാൾ സമീപിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ? ഒരിക്കലും അത് എനിക്ക് ഇഷ്ടപ്പെടുകയില്ല. നിന്റെ മകളെ ഒരാൾ അങ്ങനെ സമീപിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ? അല്ലാഹുവിൻ്റെ റസൂലെ, എനിക്കൊരിക്കലും അതിന് സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെയെങ്കിലും മാതാവോ ആരുടെയെങ്കിലും സഹോദരിയോ ആരുടെയെങ്കിലും മകളോ ആരുടെയെങ്കിലും ഭാര്യയോ ആയിട്ടല്ലാതെ ഒരു സ്ത്രീയുമില്ല. എല്ലാവർക്കും ഈ പറഞ്ഞ ആളുകളുണ്ട്. ഈ പറയുന്ന പുരോഗമനത്തിൻ്റെ വർത്തമാനം പറഞ്ഞ് സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നവർ തങ്ങളുടെ വീടുകളിൽ ഉമ്മമാരെ കൊണ്ടുവരാറുണ്ടോ? പെങ്ങന്മാരെ കൊണ്ടുവരാറുണ്ടോ? തങ്ങളുടെ പെങ്ങളുടെ അരികിലേക്ക് ആരെങ്കിലും മോശമായൊരു നോട്ടം ചെയ്താൽ അത് നോക്കി നിൽക്കാറുണ്ടോ? ഇസ്ലാമിൻ്റെ ചരിത്രം നിങ്ങൾ വായിക്കുക, പ്രത്യേകിച്ച് യുവാക്കൾ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം സൂറത്ത് യൂസുഫിൽ അതാ വിശദമായി അള്ളാഹു പറഞ്ഞിരിക്കുന്നു. എത്ര ഭംഗിയുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ആ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീ, അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭംഗിയിൽ ആകൃഷ്ടയായി യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചു. ഖുർആനിൽ ആ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. വറാവദത്ഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈത ലക് ഖാല മഅദല്ലാഹ്. ആ സ്ത്രീ യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചു. അവൾ വീട്ടിൽ ഒറ്റക്കുള്ള സന്ദർഭത്തിൽ വാതിലുകളെല്ലാം അടച്ചതിന് ശേഷം യൂസുഫിനോട് പറഞ്ഞു, ഹൈത ലക്, എൻ്റെ അരികിലേക്ക് വരൂ എന്ന് താല്പര്യമുണ്ടാക്കുന്ന സ്വരത്തിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, മഅദല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ രക്ഷ തേടുന്നു, ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ്, എൻ്റെ റബ്ബ് എനിക്ക് ഏറ്റവും നല്ല സങ്കേതം നൽകുന്നതാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയാൻ, കദാലിക ലിനസ്രിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ യൂസുഫിനെ ആ വൃത്തികേടുകളിൽ നിന്ന് മാറ്റി നിർത്തി. അത് വൃത്തികേടായാണ് അല്ലാഹു പറഞ്ഞത്. അതൊരു വൃത്തികേടാണ്, മോശത്തരമാണ്. അതുകൊണ്ടാണ് ഇത്തരം കോളേജുകളിലുള്ള ബന്ധങ്ങൾ, ഈ പറഞ്ഞ ഇഷ്ടങ്ങളും പ്രണയങ്ങളും ഇത് അവസാനിക്കാറുള്ളത് മിക്കവാറും അവൻ്റെ ജീവിതം മുഴുവൻ തകർക്കുന്ന അവസ്ഥയിലാണ്. പലപ്പോഴും പ്രായമായതിനു ശേഷവും അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ആലോചിക്കുകയാണ്, ആ സ്ത്രീയെ എനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന കാര്യം. ആ സ്ത്രീ ചിലപ്പോൾ മരിച്ചുപോയിട്ടുണ്ടായിരിക്കും, എന്നാലും അവൻ്റെ ഹൃദയത്തിലെ വേദന മാറുന്നില്ല. അവൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ട്, അവന് കുട്ടികളായിട്ടുണ്ട്, അവന് ഭാര്യയായിട്ടുണ്ട്, അപ്പോഴും അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആലോചിച്ചു നോക്കൂ,
ഈ വേദനിക്കുന്ന ഹൃദയവുമായി ജീവിക്കുന്ന മനുഷ്യനെങ്ങാനും അവൻ ആ പ്രേമിച്ച സ്ത്രീയെ കല്യാണം കഴിച്ചിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു അയാളുടെ അവസ്ഥ? ചിലപ്പോൾ ഇവർ ഡിവോഴ്സുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ഇവർ തമ്മിലുള്ള ജീവിതം അടുക്കുന്ന രൂപത്തിലോ സ്നേഹത്തിലോ ആകുമായിരുന്നില്ല. പക്ഷേ എന്നാലും അവൻ്റെ ഹൃദയത്തിൽ അവന് മറക്കാൻ കഴിയുന്നില്ല. ജീവിതം മുഴുവൻ നഷ്ടവും പ്രയാസവും പരിഭ്രാന്തിയും സങ്കടവും മാത്രം ബാക്കി നൽകുന്നതാണിത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത്, ഇഷ്ക് എന്നത്, പ്രണയമെന്നത് മനുഷ്യരെ ചില സന്ദർഭത്തിൽ അങ്ങേറ്റത്തെ ഭ്രാന്തിലേക്ക് എത്തിക്കും. നിങ്ങൾ കാണുന്നില്ലേ, കേരളത്തിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായ കൊലപാതകങ്ങളിൽ ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങൾ നിങ്ങൾ എടുക്കുക, എന്തിൻ്റെ പേരിൽ സംഭവിച്ചതാണ്? ഈ പ്രണയത്തിൻ്റെ പേരിലല്ലേ സംഭവിച്ചിട്ടുള്ളത്? ഒരു മനുഷ്യ ജീവനെ, ഒരു സ്ത്രീയെ തൻ്റെ പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ പരസ്യമായി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ വരെ ആളുകൾക്ക് ധൈര്യം നൽകിയത് ഈ സിനിമകളിലും നോവലുകളിലും ഇവർ വാഴ്ത്തിപ്പാടുന്ന ഈ പ്രണയം കൊണ്ടല്ലേ? അപ്പോൾ പറയും പരിശുദ്ധമായ പ്രണയമുണ്ട്, പരിശുദ്ധമല്ലാത്ത പ്രണയമുണ്ട്. ഇത് രണ്ടെങ്ങനെ തിരിച്ചറിയാം? ഇത് രണ്ടും എങ്ങനെയാണ് വേർതിരിക്കുക? സഹോദരങ്ങളെ, ഈ കാണുന്ന തോന്നിവാസം എന്തെല്ലാം ഉപദ്രവങ്ങൾ സമൂഹങ്ങൾക്ക് വരുത്തി വെച്ചു കഴിഞ്ഞു. ഒരു ദിവസം തൻ്റെ ചെറിയ പ്രായം മുതൽ, ജനിച്ചതു മുതൽ നോക്കി വളർത്തിയ, അവൾക്ക് ഭക്ഷണം നൽകി, അവൾക്ക് അസുഖം വന്നപ്പോൾ കാത്തിരുന്ന് അവളുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്ത് അവൾക്ക് വേണ്ടി ബുദ്ധിമുട്ടി വിയർപ്പൊഴുക്കിയ പിതാവ് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവളുടെ മുറിയിൽ കയറി നോക്കിയാൽ കാണുന്നത്, ഉപ്പ എനിക്ക് ഈ ജീവിതം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ചവൾ പോയിരിക്കുകയാണ്. എന്ത് വിവരക്കേടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര വലിയ അതിക്രമമാണ് ഈ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ, ഒരു ദിവസം ഒരാൾ നിനക്കൊരു നന്മ ചെയ്താൽ അയാളോട് തിരിച്ച് ഒരു നന്ദി കാണിക്കുക എന്നത് മനുഷ്യൻ്റെ മേന്മയിൽപ്പെട്ടതല്ലേ? എന്നാൽ ഇതാ എന്തെല്ലാം തോന്നിവാസങ്ങൾ ഈ പ്രണയമെന്ന പേരിൽ സിനിമകളിൽ, അതുപോലെ തന്നെ നോവലുകളിൽ പുകഴ്ത്തിപ്പാടുന്ന ഈ വൃത്തികേടിൻ്റെ പേരിൽ നടമാടുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹം, അവരുടെ ചരിത്രം നിങ്ങൾ ഖുർആനിൽ എടുത്തു നോക്കൂ. അവരിൽ ശിർക്ക് സംഭവിച്ചതായി ഖുർആനിൽ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ പറഞ്ഞു അതിനുള്ള കാരണം അവർക്ക് സംഭവിച്ച ശിർക്ക് ഈ പറഞ്ഞ പ്രണയത്തിലായിരുന്നു. അവർ തങ്ങളുടെ പ്രണയിനികൾക്ക് വേണ്ടി, തങ്ങൾ പ്രണയിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടി, തങ്ങളുടെ ഇണകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിനെയും എല്ലാ മര്യാദകളെയും കാറ്റിൽ പറത്താൻ തയ്യാറായിരുന്നു. തോന്നിവാസങ്ങളും വൃത്തികേടുകളും നടമാടിയിരുന്നൊരു സമൂഹം. നോക്കൂ നിങ്ങൾ, സമൂദ് ഗോത്രം, സദൂം ഗോത്രം, ആ നാടുകളിലേക്ക് നിങ്ങൾ ചെന്നു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ശിക്ഷയുടെ കാഠിന്യം നിങ്ങൾ നോക്കൂ. ചരിത്രത്തിൽ എത്രയെത്ര സ്ഥലങ്ങളിൽ ഇതിന് പാഠങ്ങളുണ്ട്. പോംപെയ് എന്ന് പറഞ്ഞൊരു നഗരമുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അതുള്ളത്. വ്യഭിചാരശാലകൾ തുറന്നിടപ്പെട്ടിരുന്ന, എല്ലാ വീടുകൾക്കും മുകളിലും വൃത്തികെട്ട, ഒരു മനുഷ്യന് നോക്കാൻ പോലും സാധിക്കാത്ത അശ്ലീല ചിത്രങ്ങൾ വരച്ചു വെച്ച ഒരു നാട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ പുരോഗമനം എന്ന് പറഞ്ഞ് സ്വവർഗരതിയും വ്യഭിചാരവും തോന്നിവാസങ്ങളും ജനങ്ങൾക്കിടയിൽ വ്യാപകമാക്കണമെന്ന് പറയുന്നവർ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. അവർ പറയുന്ന പുരോഗമനം, അവരിന്ന് പറയുന്നതിനേക്കാൾ വലിയ പുരോഗമനം എത്തിപ്പിടിച്ച നാടായിരുന്നു ഈ പോംപെയ് എന്ന് പറയുന്ന നാട്. ആ നാട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ നാട്ടിൻ്റെ അവസ്ഥ എന്താണ് എന്ന്. അതിന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു അഗ്നിപർവ്വതം അത് പൊട്ടിത്തെറിക്കുകയും ആ നാടിനെ മുഴുവൻ കരിച്ചു കളയുകയും ജനങ്ങൾ അവരുടെ വീടുകളിൽ വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ കരിച്ചു കളയപ്പെടുകയും ചെയ്തു. കഠിനമായ ശിക്ഷകൾ ഈ നാടുകൾക്ക് ബാധിച്ചിട്ടില്ലേ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഖുൽ സീറു ഫിൽ അർദ് ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, എന്നിട്ട് അല്ലാഹുവിനെ നിഷേധിച്ച് അവൻ്റെ വിധിവിലക്കുകളെ തള്ളിക്കളഞ്ഞ സമൂഹങ്ങൾക്ക് ബാധിച്ച ശിക്ഷകൾ എന്താണ് പരിശോധിക്കുക നിങ്ങൾ. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, യുവാക്കളെ നമ്മൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളിൽ. നമ്മുടെ കുട്ടികളെ ഉപദേശിക്കണം. വാപ്പക്കും ഉമ്മക്കും ബാധ്യതകളുണ്ട്. അവരുടെ പ്രായമായാൽ അവർക്ക് നന്മയിലേക്കുള്ള വഴി നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം. സഹോദരങ്ങൾ, അത് നമ്മൾ നിസ്സാരമായി കാണരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കൾക്ക് ഏറ്റവും വേണ്ടത് പ്രായമുള്ളവർ, അള്ളാഹുവിൻ്റെ ദീൻ പാലിക്കുന്ന സഹോദരങ്ങൾ, അവരുടെ പിന്തുണയാണ്. എന്നാൽ ഇന്ന് അവർക്ക് ഏറ്റവും അധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ദീനുമായി ബന്ധപ്പെട്ട ആളുകൾ പലപ്പോഴും ഒരു കുട്ടി അവനെ എന്തെങ്കിലും ഒരു മോശത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ തിരിഞ്ഞു നോക്കുകയില്ല, അവൻ്റെ അടുക്കലേക്ക് പോവുകയില്ല, അവനോട് സംസാരിക്കുകയില്ല, അവനെ ഉപദേശിച്ചു കൊടുക്കുകയില്ല, അവനെ എഴുതി തള്ളി. അങ്ങനെ ആകരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ
ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഉമറിൻ്റെ സദസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളാണ്. കുറച്ചായപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. അദ്ദേഹത്തെ കാണാതെയായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു. ആളുകളിൽ ചിലർ പറഞ്ഞു അദ്ദേഹം മദ്യപാനം ആരംഭിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു കത്തെഴുതി. ആ കത്തിൽ അദ്ദേഹത്തോട് ഈ തിന്മ ഉപേക്ഷിക്കാനും തിരിച്ചു വരാനും ഉമറിനെ വന്ന് കാണാനും പറഞ്ഞു. ഉമറിൻ്റെ ആ കത്ത് വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് തിരിച്ചു മടങ്ങി. അദ്ദേഹം മദ്യപാനം ഉപേക്ഷിച്ചു. എന്നിട്ട് ഉമറിൻ്റെ അരികിലേക്ക് തിരിച്ചു വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒപ്പമുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അവരെ തിന്മയിലേക്ക് നയിക്കുന്നതിനു വേണ്ടി പിശാചിൻ്റെ സഹായികളായി മാറരുത്. നിങ്ങൾ പിശാചിന് സഹായം ചെയ്തു കൊടുക്കരുത്. ഒരു തിന്മ, ഒരു തെറ്റ് സംഭവിച്ചു, പിന്നെ അവനേറ്റ് മിണ്ടുന്നില്ല, അവനെ തിരിഞ്ഞു നോക്കുക, അങ്ങനെ ആകാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യുവാക്കളെ തിന്മകളുടെ കൂത്തരങ്ങുകളിലേക്ക് റാഞ്ചാൻ നിൽക്കുന്ന പരുന്തുകൾ, വൃത്തികെട്ട ജീവികൾ, മനോരോഗികൾ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ പക്ഷികൾ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ നമ്മൾ സംരക്ഷിക്കണം. കുട്ടികളെ നമ്മൾ നോക്കണം. അവരുടെ അടുത്തുനിന്ന് ഒരു തിന്മ ലഭിച്ചാൽ, ഒരു വൃത്തികേട് കണ്ടെത്തിയാൽ ദുനിയാവ് അവസാനിച്ചതുപോലെ പെരുമാറരുത്. അവരെ നന്മയിലേക്ക് നല്ല രൂപത്തിൽ പറഞ്ഞ് നയിക്കണം, നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. നീ പരിഭ്രാന്തനാകരുത്. നീ ആകെ പൊട്ടിത്തെറിച്ച് അവൻ ഇനി പേടിച്ച് ഇനി ഒരിക്കലും ഈ പറഞ്ഞ ഒരു തിന്മ അതിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വന്തം ബാപ്പയോട് വന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അവൻ എത്തരുത്. ഇനി എത്രയെത്ര മക്കൾ അവർക്ക് വാപ്പയോട് ബന്ധമില്ല, ഉമ്മയോട് ബന്ധമില്ല. എന്തെങ്കിലും ഒരു രഹസ്യമുണ്ട് എങ്കിൽ അവരോട് പറയാനുള്ള ഒരു ബന്ധം വാപ്പയും ഉമ്മയും മക്കളും തമ്മിലില്ലാതെയായിരിക്കുന്നു. അതാകാൻ പാടില്ല. സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് യുവാക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, യുവാക്കളെ ബാധിക്കുന്ന തിന്മകൾ, അതല്ലെങ്കിൽ മൊത്തത്തിൽ ജനങ്ങളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഹറാമുകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അനേകം വഴികൾ ഇസ്ലാമിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിസ്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം തിന്മകളിൽ നിന്നും മ്ലേച്ഛ വൃത്തികളിൽ നിന്നും നിങ്ങളെ തടയുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ കുട്ടികളെ സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവർ നിസ്കരിക്കുന്നുണ്ടോ, അടുത്തുള്ള പള്ളിയിൽ നിസ്കാരത്തിന് പോകാറുണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ കോളേജുകളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കും. അവിടെ പഠനത്തിന് ഇത്ര സൗകര്യമുണ്ട്, AC റൂമുകളുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്. നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ നോക്കുക പോലുമില്ല. നിസ്കാരം തിന്മകളിൽ നിന്ന് തടയാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഉമ്മമാർ മക്കളെ വിളിക്കുമ്പോൾ ചോദിക്കണം, മോനെ നിസ്കരിച്ചോ? നിസ്കാരം ഒഴിവാക്കരുത്. എല്ലാ സന്ദർഭത്തിലും ഇത് ഓർമ്മപ്പെടുത്തണം. നിസ്കാരം തിന്മകളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന ഏറ്റവും വലിയ മാർഗമാണ്, ഏറ്റവും വലിയ വഴിയാണ്. പ്രത്യേകിച്ച് നിസ്കാരം അതിൻ്റെ മാന്യമായ രൂപത്തിൽ ഓതുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, ദിക്റുകളുടെ അർത്ഥമറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക എന്നത് തിന്മകളിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഏറ്റവും വലിയ വഴിയാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ മക്കൾ അവർ കോളേജുകളിൽ, സ്കൂളുകളിൽ സ്വീകരിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഏതാണ് പരിശോധിക്കണം. നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളിൽ അവർ ചേരുന്നുണ്ടോ പരിശോധിക്കണം. ഈ കാലഘട്ടത്തിൽ കോളേജുകളിൽ രാഷ്ട്രീയത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സാംസ്കാരികതയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ പേരു പറഞ്ഞ് നിർമ്മിക്കപ്പെടുന്ന പല പ്രസ്ഥാനങ്ങളും നമ്മുടെ കുട്ടികളെ യഥാർത്ഥത്തിൽ ദീനിൻ്റെ എല്ലാ മര്യാദകളിൽ നിന്നും വലിച്ചു പുറത്തേക്കിടുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായിട്ടാണ് നടക്കുന്നത്. അവരിൽ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതാ സ്വവർഗരതി, അതൊന്നും നീ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ നീ മനുഷ്യനല്ല. അള്ളാഹുവിൻ്റെ റസൂൽ അത് അംഗീകരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനായിരുന്നില്ലേ? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിലെ പ്രവാചകനാണ്. അദ്ദേഹം ഈ തിന്മക്കെതിരെ പോരാടിയ റസൂലാണ്. അദ്ദേഹം മനുഷ്യനല്ലേ? ഇസ്ലാമിലെ 4 ഖലീഫമാർ, വിശുദ്ധരായ സഹാബിമാർ, അവർ ഈ പറഞ്ഞ തിന്മകൾ പ്രവർത്തിച്ചവരെ വധിച്ചവരാണ്. അവർ മനുഷ്യരല്ലേ? ഈ കാലഘട്ടത്തിൽ അത്രയുമുള്ള മനുഷ്യന്മാർ, ഈ ജീവിച്ചവർ, കോടാനുകോടി മനുഷ്യന്മാർ ഇത് വൃത്തികേടാണ് എന്ന് കാണുന്നവർ, അവർ മനുഷ്യന്മാരല്ലേ? ഇപ്പം ഈ പറയുന്ന കുറച്ച് വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമാണോ മനുഷ്യരായിട്ടുള്ളത്? ഇത് യഥാർത്ഥത്തിൽ വൃത്തികേടാണ്.
മൃഗങ്ങൾക്കിടയിൽ പോലും പരിചയമില്ലാത്ത തോന്നിവാസമാണ്. അതിനെയാണ് ഈ കാലഘട്ടത്തിൽ പുരോഗമനം എന്ന പേരിൽ വിളിച്ചു കൊണ്ടുവരുന്നത്. നമ്മുടെ കുട്ടികൾ ഇതിൽ ചേരുന്നുണ്ടോ ശ്രദ്ധിക്കണം നമ്മൾ. ഇന്ന് കുട്ടികൾ, മുസ്ലിമീങ്ങളായ രക്ഷിതാക്കൾ പറയുകയാണ്, എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അവൾ സംസാരിക്കുമ്പോൾ പറയുന്നത് ഇപ്പോൾ ഈ സ്വവർഗരതിയിലൊന്നും തെറ്റില്ല എന്നാണ്, അവൻ്റെ ബന്ധങ്ങൾ ഇപ്പോൾ ഈ രൂപത്തിലാണ് എന്ന് പറയുന്ന സങ്കടം പിടിച്ച രക്ഷിതാക്കളുടെ കഥകൾ എത്രയുണ്ട്. അതുപോലെ തന്നെ മിശ്ര വിവാഹം എന്ന പേരിൽ ഒരു മുസ്ലിമായ സ്ത്രീയെ വിവാഹം കഴിച്ച് ഒരു ഹിന്ദുവായ അതല്ലെങ്കിൽ അന്യമതസ്ഥനായ ഒരാൾ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന പ്രോത്സാഹനം നൽകാൻ അതെന്തോ ഒരു മാനുഷികതയാണ് എന്ന അർത്ഥത്തിൽ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതം അവൻ്റെ ജീവിതത്തിൽ എല്ലായിടത്തും ഇടപെടുന്ന കാര്യമാണ്. അവൻ്റെ വിവാഹത്തിലും മരണത്തിലുമെല്ലാം മതത്തിന് പങ്കുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തകിടം മറിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം പുരോഗമനമാണ് എന്ന പേരിൽ കൊണ്ടുവരുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു പറഞ്ഞു, അള്ളാഹു യുരീദു അൻ യതൂബ അലൈക്കും, അള്ളാഹു നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് പുറത്തു നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ തിന്മകളിൽ നിന്ന് പരിശുദ്ധരാകണമെന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാതി അൻ തമീലു മൈലൻ അദീമ, എന്നാൽ ഹറാമുകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവർ നിങ്ങൾ നിങ്ങളുടെ ദീനിൽ നിന്ന് തെറ്റിപ്പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഖുർആൻ അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് നമുക്ക് പറഞ്ഞു നൽകുകയാണ്. ഹറാമിൽ ജീവിക്കുന്നവർ നമ്മൾ ഈ പറഞ്ഞ വിശുദ്ധിയിൽ നിന്ന് പുറത്തു കിടക്കണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അത് തിരിച്ചറിയണം സഹോദരങ്ങളെ. ഈ പറഞ്ഞ ആളുകൾ അവർ പറയുന്ന തോന്നിവാസങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പറയും നീ മനുഷ്യനല്ല, നിനക്ക് സംസ്കാരമില്ല, നീ പുരോഗമനത്തിലല്ല ജീവിക്കുന്നത്. ഇതൊക്കെ ലൂത്ത് നബിയുടെ സമൂഹം അദ്ദേഹത്തോട് പറഞ്ഞ വാക്കാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വവർഗരതി ആ തിന്മയിൽ നിന്ന് അവരെ എതിർത്തപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു, വമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു അഖ്രിജൂഹും മിൻ ഖർയതിഹിം. ലൂത്ത് നബിയെ കുറിച്ച് ആ നാട്ടുകാർ പറഞ്ഞു, ലൂത്തിന്റെ സംസാരം കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇവരെ നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുക. ഇന്നഹും ഉനാസുൻ യതതഹറൂൻ, അവർ കുറച്ച് പരിശുദ്ധിയുള്ള ആളുകളാണ്. കളിയാക്കിയതാണ്. ഇവർ കുറച്ച് പരിശുദ്ധി പാലിക്കുന്ന ആളുകളാണത്രേ, അവരെ നിങ്ങൾ നാട്ടിൽ നിന്നേ പുറത്താക്കിയേക്ക് എന്നാണ് ലൂത്ത് നബിയുടെ സമൂഹം പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടം പ്രത്യേകിച്ച് നിങ്ങൾ ഇതിൻ്റെ ഗൗരവം തിരിച്ചറിയണം. ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ മറപിടിച്ചുകൊണ്ട് ഇത്തരം തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ നമ്മുടെ കുട്ടികളിലേക്ക് കടത്തിക്കൂട്ടാനുള്ള ശ്രമങ്ങൾ നമ്മൾ തിരിച്ചറിയണം, പ്രതിരോധിക്കണം. ഇത് കേവലം നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ഒരു കാര്യമല്ല, നമ്മുടെ അടുത്ത തലമുറയാണിത്. നമ്മുടെ ഈ ദീൻ അത് ജീവിതത്തിൽ പാലിക്കേണ്ടത്, അടുത്ത തലമുറക്ക് കൈമാറേണ്ട അടുത്ത കണ്ണികളാണിവർ. അവരെ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തെ എല്ലാ ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.